ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ടെറത്ത് എക്സ്പെർട്സിന്റെ രണ്ടാമത്തെ ചാനലാണിത്. ഇതിനകത്ത് നമ്മൾ പേഴ്സന്റെ എല്ലാ ദിവസത്തെയും എനർജിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ എനർജി എല്ലാ ദിവസവും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അപ്പോൾ നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ. Angels, please guide us current energy of their person. Angels, please guide us current energy of their person. Angels, please guide us. Okay, അപ്പോൾ നമുക്ക് നോക്കാം. 3 of Pentacles നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, Pentacles ആണല്ലോ മുഴുവൻ കിട്ടുന്നത്. Magician. Okay, wow. Okay. Yes, nice. Angels, please guide us. ഓക്കെ, നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ജേർണിയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഡെത്ത് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി റീഡിങ്ങിൽ കാണാം എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻ ഇന്നത്തെ ദിവസം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ ഇവരുടെ എനർജി ഭയങ്കര അപ്പായിരിക്കുന്നു, ചിലപ്പോൾ ഇവരുടെ എനർജി ഭയങ്കര ഡൗൺ ആയിരിക്കുന്നു. സത്യം പറഞ്ഞത് നിങ്ങൾ കാരണമല്ല, അവരുടെ ഇന്നർ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റും അവർ സ്വയമേ പല കാര്യത്തിനും കോമ്പറ്റീഷൻ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ടാണ് ഇത് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഇന്നേ ദിവസം എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നോ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാർട്ടിങ് തന്റെ ജീവിതത്തിലേക്ക് വരണമോ എന്ന രീതിയിൽ ഇതിനകത്ത് കാണുന്നുണ്ട്. പല പല ചലഞ്ചസും ഈ ഒരു പേഴ്സന്റെ ഫ്രണ്ടിലുണ്ട്. അത് ലവ് പരമായിട്ടാണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലും ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. അപ്പൊ ഈ ചലഞ്ചസിനെ മറികടക്കാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്റേണൽ ആയിട്ട് ഒത്തിരി കോൺഫ്ലിക്റ്റുകൾ സ്വയമായിട്ട്, അതായത് രണ്ടഭിപ്രായമുള്ള ഒരു സ്റ്റാൻഡിൽ ഈ പേഴ്സൺ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇങ്ങനെയുള്ള രണ്ടഭിപ്രായം ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ ഒരു ഇറക്കി വെക്കാൻ പറ്റാത്തൊരു ഭാരമായി മാറുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിൽ വളരെയധികം ടെൻഷൻ ഡെവലപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ഫീലിങ്സിൽ. ഓക്കെ, പിന്നെ എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാല് ചില കാര്യങ്ങളിൽ ഞാൻ പോയാൽ പെർഫെക്റ്റ് ആവുമോ എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ അനാവശ്യമായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഞാനിപ്പോ ഓക്കെ ആണോ, ഈ ഒരു വ്യക്തിക്ക് എന്നെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി കിട്ടില്ലേ, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇവരുടെ ടൈം വേസ്റ്റ് ചെയ്യല്ലേ, അല്ലെങ്കിൽ ഇവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള പ്രോമിസസ് ഒന്നും എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ലല്ലോ എന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളെ വിട്ട് നിങ്ങളടുത്ത് ഡിറ്റാച്ച് ആയി പോകാൻ ഈ ഒരു പേഴ്സണ് പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് എനിക്ക് കാണുന്നില്ല. പക്ഷെ സ്വന്തമായിട്ട് മനസ്സിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിന്റെ പേരിൽ നമ്മളോട് വഴക്കടിക്കുക, അതിന്റെ പേരിൽ എനിക്ക് ടെൻഷനാണ്, എനിക്ക് ബേർഡനാണ്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് താങ്ങുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കുക. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തന്നെ ഇവരുടെ അടുത്ത് ആ വഴി പോകണ്ട, ഈ വഴി അതാണ് നല്ലതെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള വേയില് അവർ പോകാതെ അവിടെ അവർക്ക് കോമ്പറ്റീഷൻ ആണ്. അവര് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തിനാ വഴി പോകുന്നത്, എന്നാ പിന്നെ ഞാൻ ഈ വഴി പോവാം. അങ്ങനെയുള്ള സ്വയവും കോമ്പറ്റീഷൻ ആണ്, നിങ്ങളുമായിട്ടും ഒരു കോമ്പറ്റീഷൻ മാനറിൽ ഈ പേഴ്സൺ നിൽക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ഇന്നേ ദിവസം ഈ ഒരു പേഴ്സൺ വളരെയധികം ടെൻഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ കുറച്ച് കാമായിരിക്കും. ബിക്കോസ് നിങ്ങളുടെ അടുത്തേക്ക് വഴക്കുണ്ടാക്കാനൊക്കെ ഈ ഒരു പേഴ്സൺ വന്നേക്കാം. അവരുടേതായിട്ടുള്ള ഇന്നർ ചൈൽഡിന്റെ കരച്ചിൽ നിങ്ങൾ കേൾക്കുക ആൻഡ് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. ബിക്കോസ് ഇന്നത്തെ ഇത് വെച്ചിട്ട് നമ്മൾ കരഞ്ഞിട്ടൊരു കാര്യമില്ല. ഇന്നത്തെ ആളായിരിക്കില്ല ചിലപ്പോൾ നാളെ ഉണ്ടാവും അല്ലെ. നമുക്ക് എല്ലാവർക്കും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ കറന്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇറിറ്റേറ്റഡ് മോഡിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തന്റെ ഫീലിങ്സിൽ തന്നെ സ്വയമേ ചലഞ്ചഡ് ആയിട്ട് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണ് സ്നേഹത്തിന്റെ പാമ്പറിങ്ങിന്റെ ആവശ്യമുള്ളതായി കാണുന്നുണ്ട്. ഒരു അമ്മയുടെ എനർജി അല്ലെങ്കിൽ ഒരു അമ്മയുടെ കരുതൽ ഈ ഒരു പേഴ്സൺ ഇപ്പൊ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫീലിങ്സിനെ വളരെ സൗമ്യമായിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം ഈ വിഷയത്തെ കുറിച്ച് അവരോട് സംസാരിക്കുക ആൻഡ് അവർക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന ദേഷ്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അവരെ അവരുടേതായിട്ടുള്ള വഴിയിൽ വിടുന്നതായിരിക്കും നല്ലത്. അവരവരുടേതായിട്ടുള്ള ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം തീർത്തതിന് ശേഷം നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ കോൺഫ്ലിക്റ്റിനോ ആർഗ്യുമെന്റിനോ പോകാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ കറന്റ് ഫീലിംഗ്സ് ആയിട്ട് നമുക്ക് കിട്ടിയത്. നിങ്ങൾക്ക് റെസോണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെങ്കിൽ ടെറത്ത് എക്സ്പെഡിഷനിലെ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ.